ശ്രീ നിയാസ്, ഒരു കാര്യം കൂടി താങ്കൾ നേരത്തെ പറഞ്ഞതാണ്, എങ്കിൽ ഒരു കാര്യം കൂടി, അതായത് ഇദ്ദേഹത്തിൻ്റെ 15 വർഷക്കാലത്തെ സമൂഹ മാധ്യമ ഇടപെടലിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ താല്പര്യം, പക്ഷപാതിത്വം, അഭിനിവേശം എന്തുമാവട്ടെ, അതിൽ താങ്കൾക്ക് തികഞ്ഞ ബോധ്യമുണ്ടെന്നാണോ? അതിന് ബോധ്യവും തെളിവും താങ്കളുടെ മുമ്പിലുണ്ടോ? അത് ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, മന്ത്രിയെ അത് ബോധ്യപ്പെടുത്താനായോ? ഞാൻ 100% ഞാൻ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിങ്ങൾക്കറിയാലോ, എന്ത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മായ്ച്ചു കളഞ്ഞാലും റിട്രീവ് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അത് പരിശോധിക്കപ്പെടട്ടെ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 15 കൊല്ലത്തെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളുണ്ടാകും, ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടാകും. അതെല്ലാം പരിശോധിച്ച്, അതും താങ്കളുടെ ഗവൺമെൻറ്റിൻ്റെ കാലമാണ് 10 വർഷക്കാലം, ഞങ്ങളുടെ ഗവൺമെൻറ് കാലമല്ല. ആ 10 വർഷക്കാലത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അവിടെ ഉണ്ടാകും, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ അവിടെ ഉണ്ടാവും. അതെല്ലാമാണ് പരിശോധിക്കണമെന്ന് പറഞ്ഞത്. അദ്ദേഹം പിന്നെ ലക്ഷദ്വീപിലുണ്ടായിരുന്ന കാലം അത് പരിശോധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാം, അദ്ദേഹം നല്ല ജുഡീഷ്യൽ ഓഫീസറാണ്, അദ്ദേഹം നല്ല അക്കാദമിഷ്യനാണ്, അദ്ദേഹം നല്ല വിവരമുള്ള ആളാണ്. പക്ഷേ ആ വിവരത്തിനുള്ള അംഗീകാരം കൊടുക്കേണ്ട പദവിയല്ല, രാഷ്ട്രീയ ചായ്വാണ് അദ്ദേഹത്തിന് ഞാനുമായി അഭിപ്രായ വ്യത്യാസമുള്ളത്. ആ രാഷ്ട്രീയ ചായ്വുള്ള ഒരു വ്യക്തിയെ ഈ പദവിയിൽ ഇരുത്താൻ, ഞാൻ പറഞ്ഞല്ലോ 3 മെമ്പർമാരുള്ള ഒരു ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ 3ാമത്തെ പ്രതിനിധിയായി വരുന്ന ഒരു BJP അല്ലാത്ത ഒരു പ്രതിനിധി, കറതുന്ന BJP അല്ലാത്ത ഒരു പ്രതിനിധി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? താങ്കൾ പറയൂ. തീർച്ചയായും. ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ കെട്ടകാലത്ത് വളരെ വലിയ ജാഗ്രതയോടെ താങ്കൾ ഉന്നയിക്കുന്ന വിഷയം, ബാക്കിയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനങ്ങളാകാം, അത് പല രൂപത്തിൽ വരാം. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ പല തലങ്ങളിലേക്ക്, അടരുകളിലേക്ക് അതിനപ്പുറം പോകാത്തത്. പക്ഷേ താങ്കൾ ഈ ചൂണ്ടിക്കാട്ടുന്ന വിഷയം അത് ആ നിലയിൽ ഗൗരവമായി പരിശോധിക്കേണ്ടത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. താങ്കൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണല്ലോ. അത് ഒരു പൊളിറ്റിക്കൽ റിസ്ക് തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, സംശയമൊന്നുമില്ല. താങ്കളെ പൂർണ്ണമായും മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കുന്നു എന്നതൊക്കെ താങ്കളുടെ നല്ല വിശ്വാസമാവട്ടെ, നല്ല വിശ്വാസമാണ്, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പക്ഷേ ഒരു സർക്കാരിൻ്റെ തീരുമാനത്തിലെ അപാകത ആ വിധം ചൂണ്ടിക്കാട്ടുകയാണ്.